മാവൂർ തെങ്ങിലക്കടവിലെ മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നതിനാവശ്യമായ പദ്ധതികളുടെ രൂപരേഖ തയ്യാറായതായി ജില്ലാ കളക്ടർ കെ.വി. മോഹൻകുമാർ പറഞ്ഞു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്യാൻസർ സെന്റർ സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കളക്ടർ. മാവൂർ പഞ്ചായത്തിലെ തെങ്ങിലക്കടവിൽ കാടുകയറി നശിച്ചുകൊണ്ടിരിക്കുന്ന മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആതുര സേവന പ്രവർത്തനങ്ങൾ നടത്താൻ സജ്ജമാക്കുമെന്ന് ജില്ലാ കളക്ടർ കെ.വി. മോഹൻകുമാർ പറഞ്ഞു. ഇതിനായുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വകാര്യ വ്യക്തി സൗജന്യമായി സർക്കാരിന് കൈമാറിയ തെങ്ങിലക്കടവിലെ ക്യാൻസർ സെന്റർ സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഡയാലിസിസ് സെന്റർ, ക്യാൻസർ രോഗ പ്രതിരോധ പ്രവർത്തനം, ക്യാൻസർ രോഗത്തിന് ചികിത്സ കഴിഞ്ഞവർക്കുള്ള പരിചരണ കേന്ദ്രം എന്നീ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറായി വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രൊജക്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുമെന്നും ഈ മാസം 17-ന് ജനപ്രതിനിധികളുടെയും മെഡിക്കൽ ഓഫീസർമാരുടെയും പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് പദ്ധതി ചർച്ച ചെയ്യുമെന്നും കളക്ടർ പറഞ്ഞു. ഗവൺമെന്റിലേക്ക് മലബാർ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 7 ഏക്കറോളം സ്ഥലവും ഈ കെട്ടിടവും കൂടി വിട്ടു തന്നിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഔപചാരികമായിട്ട് അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ആതുര ശുശ്രൂഷ പ്രവർത്തനത്തിനായിട്ട് തന്നെ ഉപയോഗിക്കാനുള്ളൊരു പദ്ധതി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ഉൾപ്പെടെ അതിനുവേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെ ഉൾപ്പെടെ അതിനുവേണ്ടി ഒരു പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പം ഇവിടെ ഒരു ഡയാലിസിസ് സെൻറ്റർ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിന് ബഹുമാനപ്പെട്ട MPയും ബഹുമാനപ്പെട്ട MLAയും ഒക്കെ അതിന് താല്പര്യം എടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പിന്നെ അവിടെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ആൾക്കാരുടെ ഒരു പരിചരണത്തിന് വേണ്ടിയൊക്കെ ആയിട്ട് ഈ സെൻറ്ററിനെ പ്രയോജനപ്പെടുത്താനും ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു രൂപരേഖ ആയി വരുന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിന് സഹായിക്കുന്ന രീതിയിലുള്ളൊരു രൂപരേഖ തയ്യാറാക്കും, ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ തയ്യാറാക്കിയിട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കും. അഡ്വക്കേറ്റ് P.T. റഹീം MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. ബാലകൃഷ്ണൻ നായർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ രവീന്ദ്രൻ, ഡോക്ടർ അഷ്റഫ്, ഡോക്ടർ റോഷൻ ബിജിലി, ഡോക്ടർ ജയകൃഷ്ണൻ തുടങ്ങിയവർ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. CTV പ്രാദേശിക വാർത്ത, മാവൂർ.